നമസ്കാരം. KCNന്റെ സ്വാതന്ത്ര്യം പരിപാടിയിലേക്ക് സ്വാഗതം. നാടും നഗരവും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. എന്നാൽ അതൊന്നും അറിയാതെ ഒരു ഉമ്മയും ഒരു മകളും കരഞ്ഞു തളരുകയാണ്. ബദിയടുക്ക മൂക്കമ്പാറയിലാണ് ഈ ദയനീയ ചിത്രമുള്ളത്. ഈ ഉമ്മയുടെ കരച്ചിലിന് മുന്നിൽ നമുക്ക് കണ്ണടക്കാൻ കഴിയുമോ? ജീവിതത്തിന്റെ പ്രതീക്ഷയും സ്വപ്നവുമായ മകൾ കാലുകൾ തകർന്ന് കിടപ്പിലായതോടെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒരു ഉമ്മ തേങ്ങി കരയുന്നു. കാസർഗോഡ് ബദിയടുക്കിയിലെ മൂക്കമ്പാറയിലാണ് ഈ സങ്കട കാഴ്ചയുള്ളത്. മൂക്കമ്പാറയിലെ ആയിഷ എന്ന ഉമ്മയുടെ കഥ കേട്ടാൽ നിങ്ങളും കരഞ്ഞു പോകും. ഒരു കൊച്ചുകൂരയിൽ മകൾ സഫീദയോടൊപ്പം ആയിഷ ജീവിതത്തെ ജീവിച്ചു തീർക്കുകയായിരുന്നു. മകൾ സഫീദ തയ്യൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിലായിരുന്നു അവർ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. സഫീദയെ 2 മാസം ഗർഭമുണ്ടായപ്പോഴാണ് പിതാവ് മരിച്ചത്. അതിനുശേഷം അവർ മനസ്സമാധാനത്തോടെ ജീവിച്ചിട്ടേയില്ല. കരഞ്ഞും പട്ടിണി കിടന്നും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ 2 വർഷം മുമ്പ് അവരുടെ ആകെ സമ്പാദ്യമെന്ന് പറയാവുന്ന കൊച്ചു വീടിന് തീപിടിച്ച് എല്ലാം കത്തിയമർന്നു. ആരുടെയൊക്കെയോ സഹായം കൊണ്ട് തകർന്ന വീടിനെ മെല്ലെ നേരെയാക്കി താമസം തുടർന്നുവെങ്കിലും എല്ലാ മഴത്തുള്ളികളും അവരെ തോൽപ്പിച്ചു. സങ്കടം പറയാനോ പകച്ചു നിൽക്കാനോ നേരമില്ലാതെ സഫീദ ഉമ്മ ആയിഷയ്ക്ക് താങ്ങും കരുത്തുമായി. അയൽപ്പക്കത്ത് സ്റ്റിച്ചിങ് വർക്കുകളൊക്കെ ഏറ്റെടുത്ത് അവൾ ഉമ്മയുടെ കണ്ണീരൊപ്പി. ഏറെ ദീനിച്ചിട്ടയുള്ള സഫീദ ഒരു ഭാഗത്ത് ഖുർആൻ മറിച്ചു വെച്ച് ആത്മീയതയോടെ ജോലി ചെയ്തു. കയ്യിൽ ചില്ലിക്കാശോ ഒരു തരി ആഭരണമോ ഇല്ലാതിരുന്നിട്ടും മകളെ എങ്ങനെയെങ്കിലും കെട്ടിച്ചയക്കണമെന്നത് ആ ഉമ്മയുടെ വലിയ മോഹമായിരുന്നു. ഒടുവിൽ ഒരു വരനെ കണ്ടെത്തുകയും നിക്കാഹ് നടത്തുകയും ചെയ്തു. ബന്ധുക്കളെ വിളിച്ച് ഭക്ഷണമൊരുക്കി മകളെ ആഹ്ലാദത്തോടെ പറഞ്ഞയക്കണമെന്നത് ആ ഉമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രയാസം കാരണം കല്യാണം നീണ്ടുപോയി. അതിനിടയിലാണ് ഒരു ദിവസം സഫീദയുടെ മുന്നിലേക്ക് അപകടത്തിന്റെ രൂപത്തിൽ ദുരന്തമെത്തിയത്. തയ്യൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പഴകി ദ്രവിച്ച മേൽക്കൂരയിലൂടെ ഒരു പാമ്പ് പത്തി വിടർത്തി വന്നു. പേടിച്ചു ഓടുന്നതിനിടയിൽ വീണുപോയ സഫീദയുടെ കാൽ എല്ല് തകർന്ന് ഒടിഞ്ഞുപോയി. അതോടെ ആ കുടുംബം തന്നെ തകർന്നു. പിന്നീട് ഒരിക്കലും അവരുടെ കണ്ണിൽ നിന്ന് നനവ് മാറിയിട്ടേയില്ല. ഇപ്പോൾ കാലിൽ സ്റ്റീൽ ഘടിപ്പിച്ചിരിക്കുന്നു. 6 മാസക്കാലം പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെ കിടക്കണം. ഇപ്പോൾ തന്നെ 50,000-ലേറെ ആശുപത്രിയിൽ ചിലവായി. ഇനിയും കുറേയേറെ പണം വേണം. ആ ഉമ്മയും മകളും പകച്ചു പോവുകയാണ്. കാര്യത്തിൽ സഹായിക്കുന്ന ആളില്ല. അവള് സ്റ്റിച്ചാക്കിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാവർക്കും കൂടി ഞങ്ങൾക്ക് സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയി. സുഖമില്ലാതെ കിടപ്പിലാണ്. ചെറുപ്പത്തില് എന്റെ ഭർത്താവ് മരിച്ച് എന്റെ മോള് സ്റ്റിച്ചാക്കിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ടോയ്ലറ്റും വെള്ളവുമില്ലാത്ത വീട്ടിൽ താമസിക്കാൻ കഴിയാത്തത് കാരണം സഫീദ ഇപ്പോൾ ഒരു ബന്ധു വീട്ടിലാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ആ വീട്ടിലേക്ക് ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും നടന്നെത്തി ആ ഉമ്മ മകളെ കുളിപ്പിക്കുകയും പ്രാഥമിക കാര്യങ്ങൾ നടത്തിക്കൊടുക്കുകയും ചെയ്യും. വല്ലാത്ത സങ്കട കാഴ്ചയാണത്. കയറിക്കിടക്കാൻ കെട്ടുറപ്പുള്ളൊരു വീടില്ല, ടോയ്ലറ്റും കുടിവെള്ളവും ഒന്നുമില്ല. അതിനിടയിലേക്കാണ് എല്ലാമായ മകളുടെ ദുരിതം. ആയിഷ പിന്നെയും കരയുന്നു. സദാസമയവും പണിയെടുത്തിരുന്ന സഫീദ ഇപ്പോൾ ഒന്ന് അനങ്ങാൻ പോലും ആവാതെ കട്ടിലിൽ കിടക്കുന്നത് നൊമ്പരം പകരുന്ന കാഴ്ചയാണ്. പക്ഷേ അപ്പോഴും ഖുർആൻ പാരായണം ചെയ്തും തസ്ബീഹുകൾ ചൊല്ലിയും ജീവിതത്തെ ധന്യമാക്കുകയാണവൾ. എന്തു തന്നെയായാലും നമ്മുടെ നന്മയുടെ കൈകൾ ഈ കുടുംബത്തിന് മുന്നിലേക്ക് നീളേണ്ടതുണ്ട്.